back to Xylem Learning. മക്കളെ അങ്ങനെ വന്നിരിക്കുകയാണ് all equations in one video. +2 മാത്സിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാ ഫോർമുലാസും കൂടെ എല്ലാ ഇക്വേഷൻസും കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഏറെ വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ ത്രൂ ഔട്ട് കാണാൻ എല്ലാ ചാപ്റ്ററും, അതായത് സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്കുള്ള മുഴുവൻ ചാപ്റ്റേഴ്സിന്റെ ഈ ഫോർമുലാസ് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഇക്വേഷൻ പോലും മിസ്സാക്കാതിരിക്കുക, എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. നിങ്ങൾക്ക് എക്സാം ടൈമിലായിക്കോട്ടെ, എക്സാം ടൈമിന് മുന്നോടിയായിട്ടുള്ള ഒരു റിവിഷൻ ടൈമിലായിക്കോട്ടെ, ഒരുപാട് യൂസ്ഫുൾ കാര്യമായിരിക്കും ഇതെന്ന് പറയുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ഒരു സാധനം പോലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, കണ്ടിരിക്കുക. സോ മക്കളെ ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം അവർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അവർ ഫേവറേറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സോ മക്കളെ ഇത് ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യേണ്ട, ഓവറായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഓടിച്ചോടിച്ച് പറഞ്ഞു പോകും. ഇക്വേഷൻസ് അല്ലേ, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് എന്റെ എ എന്ന് പറയുന്ന സെറ്റില് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ, m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ബി എന്ന് പറഞ്ഞ സെറ്റില് n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എന്താണ് വരിക, 2m ആണ് എന്ത് വരിക, നമ്പർ ഓഫ് റിലേഷൻസിന്റെ ഇക്വേഷൻ വരിക. എല്ലാരും പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് mn, അറിയാം. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് നമ്പർ ഓഫ് റിഫ്ലെക്സ് റിലേഷൻ, അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലമെന്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻസ് പറയുമ്പോൾ 2n² - n ആണ്. n² - 1 അല്ല, 2n² - n ആണ്. n² n ഒക്കെ ഒരേ പവറിൽ നിൽക്കുന്ന ആൾക്കാരാണ്, താഴെയല്ല, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ 2n × n+1/2 ആണ്. റിഫ്ലെക്സീവ് n² - n ആണ് ആലോചിക്കുക. സിമെട്രിക് ആണെങ്കിൽ പവർ മാറിയിട്ട് n × n+1/2 ആണ്. സോ റിഫ്ലെക്സീവ് കഴിഞ്ഞു, സിമെട്രിക് കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളത് എന്തായിരിക്കും, നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ആണ്. ബൈജക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് n⁻⁴ ആണ് വരിക കേട്ടോ, n⁻⁴. ഓക്കെ, n നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ n⁻⁴ ആണ് വരിക. ആൻഡ് നമ്പർ ഓഫ് പോസിബിൾ ഫംഗ്ഷൻസ്, അത് പറഞ്ഞില്ലേ അല്ലെ നമ്മുടെ അടുത്ത്, അതായത് സെറ്റ് എയിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ, സെറ്റ് ബിയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ n⁻m ആണ് മക്കളെ എന്താ, നമ്പർ ഓഫ് പോസിബിൾ ഫംഗ്ഷൻസ് വരിക. ഇത് റേസ് ടു ഇതാണ്, ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് താഴെ വരേണ്ടത്, പവർ വരേണ്ടത് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ്, മാറിപ്പോവരുത്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് ഓർ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് പറയുമ്പം അത് പെർമ്യൂട്ടേഷൻ ആണ്, MPN ആ വരിക. അതായത് സെറ്റ് എയില് n എലമെന്റ്സ്, താഴെ ആരാണ് സെറ്റ് എയിലുള്ള എലമെന്റ്സ്, സെറ്റ് ബിയിൽ എന്താണ് m എലമെന്റ്സ്. അതായത് നമ്മൾ പറയുന്നത് എ ടു ബി ആണ് പറയുന്നത് കേട്ടോ, എല്ലാ കാര്യങ്ങളും. സോ MPN ആണ് മക്കളെ എന്ത് വരിക, നമ്മുടെ പെർമ്യൂട്ടേഷൻ വരിക കേട്ടോ, നമ്പർ ഓഫ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് ഓഫ് 1 ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? പിന്നെ പറയാനുള്ളത് മക്കളെ റിഫ്ലെക്സീവ് സിമെട്രിക് പ്രോപ്പർട്ടി മക്കൾക്ക് അറിയാം, അത് ഫോർമുലാസ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. ആൻഡ് അതർ തിങ് എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ആണ്. അതായത് ശ്രദ്ധിക്കുക, ദ കോമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ് f and g എന്ന് പറയുന്ന സമയത്ത് വി നോ ദാറ്റ് g കോമ്പോസിഷൻ f of x എന്ന് പറയുമ്പോൾ g of f of x ആണ്. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് ക്ലാസ്സിലൊക്കെ. സോ ഇത് ഓർമ്മിച്ച് വെക്കുക, g of f of x എന്ന് പറയുമ്പോൾ, g കോമ്പോസിഷൻ f of x എന്ന് പറയുമ്പോൾ g of f of x ആണ്. ആ രീതിക്ക് എന്ത് ചെയ്യാം മക്കളെന്ന് ഓർത്ത് വെക്കുക. സോ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഫോർമുലാസ് ഒക്കെ വളരെ കുറവാണ്, ബിക്കോസ് നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാറില്ല, അറിയുന്ന കാര്യമാണ്, ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വളരെ കുട്ടി ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് ഫോർമുലാസ് ആവശ്യമുള്ള ചാപ്റ്റർ ആണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഇൻവേഴ്സ് ഫംഗ്ഷൻസും നമ്മൾ എന്തറിയണം, ഡൊമെയിനും റേഞ്ചും അറിഞ്ഞിരിക്കണം, ഡൊമെയിനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും അറിഞ്ഞിരിക്കണം അല്ലെ, ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പല ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പോലും പറ്റില്ല. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിനും കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ നമുക്കറിയാം, സെയിം ആണ് മക്കളെ. ഇറ്റ് ഇസ് ക്ലോസ് ബ്രാക്കറ്റ് -1 ആണ്, ക്ലോസ്ഡ് എന്നുള്ള കാര്യം മറക്കരുത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും ഇതിന്റെ രണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. -π/2 π/2 ആണ് സൈൻ ഇൻവേഴ്സ് വരിക. അതേപോലെ 0 to π ആണ് കോസ് വരിക. പക്ഷെ എന്താണ്, ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ സൈനും കോസും കഴിഞ്ഞു. ഇനി സൈന്റെയും കോസിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള കൊസീക്കന്റെയും സീക്കന്റെയും നോക്കാം. കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഈ -1 1 എന്ത് ചെയ്താൽ മതി, റിയൽ നമ്പേഴ്സ് ഒഴിവാക്കിയാൽ മതി, ഇയാൾ ഒഴിവാക്കുക. അപ്പൊ r - -1 സീക്ക് ഇൻവേഴ്സ് പറയുമ്പോൾ r - -1. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊസീക് ഇൻവേഴ്സിന്റെ കേസിൽ നമ്മൾ സെറ്റ് 0 മൈനസ് ചെയ്യണം. അതായത് സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് 0 മൈനസ് ചെയ്യാം. സീക്ക് ഇൻവേഴ്സിനാണെങ്കിലോ നമ്മുടെ കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് 6 മൈനസ് ചെയ്യുക, സെറ്റ് π/2 മൈനസ് ചെയ്യാം.
ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെയും ഡൊമൈൻ എന്താണ്? 6 ആണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും സെയിം ആണ് ഏകദേശം. ക്ലോസ് ബ്രാക്കറ്റ് മാറ്റി ഇവിടെ ഓപ്പൺ മാത്രം കൊടുത്താൽ മതി. കോട്ടും കോസും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏകദേശം സെയിം ആണ്. പക്ഷെ എന്ത് ചെയ്താൽ മതി? ക്ലോസ് മാറ്റി ഓപ്പൺ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എല്ലാവരും ഇൻവേഴ്സ് പഠിക്കുന്ന സമയത്ത് ഫാമിലി വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഫാമിലി, സെക്കൻഡ് ഫാമിലി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ച് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് എന്ന് പറയുന്നത്. സൈന്, കോസ്, കൊസീക്ക്, സീക്ക്, ടാന്, കോട്ട് ഇതൊക്കെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഡൊമൈനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. And other thing is very simple. Sin inverse of sin theta, cos inverse of cos theta, tan inverse of tan theta, cot inverse of cot theta, sec inverse of sec theta, cosec inverse of cosec theta. നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ള തീറ്റയാണ് ആൻസർ വരുന്നത് മനസ്സിലാക്കിയാലും മതി. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ തീറ്റയാണ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ തീറ്റയാണ്. ആ രീതിക്ക് മക്കൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ഇപ്പുറത്ത് നേരെ അങ്ങ് ഉൾട്ടിയടങ്ങ് വരിക. അതായത് പുറത്ത് സൈൻ വസും ഉള്ളിൽ സൈന് വരെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നേരെ മാറി പുറത്തെ സൈനും ഉള്ളിൽ ഇൻവേഴ്സ് ഫംഗ്ഷനും കൂടെ എക്സും വരുവാണെങ്കിൽ എക്സ് ആയിരിക്കും വരിക. അത് എല്ലാത്തിന്റെ കേസിലും അങ്ങനെയാണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്, സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്, കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്, കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഉണ്ട്. അത് മക്കൾ എന്ത് ചെയ്യാം? മറച്ചു വെക്കാന്നല്ല, മറക്കാതിരിക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി 3 ആണ്. ഇൻവേഴ്സൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇക്വേഷൻസ് നമുക്കുണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. സൈന്, ടാന്, കൊസീക്ക് എന്ന് പറയുന്ന ആൾക്കാർ അവർ 3 പേരും ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരാണ്. പഠിച്ചതല്ലേ? നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും ട്രിക്ക് വെച്ചിട്ട്. അതായത് സൈന്, ടാന്, കൊസീക്ക് എന്ന് പറയുന്ന മക്കളെ ഒരു ഫാമിലിയാണ്. അപ്പൊ അതിന്റെ കേസിൽ നെഗറ്റീവ് എക്സ് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് വരുമ്പോൾ ആ മൈനസ് ഒക്കെ എന്ത് ചെയ്യുക? ചുമ്മാ പുറത്തേക്ക് ഇട്ട് വരാൻ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് കോസും കോട്ടും സീക്കും ആണെങ്കിൽ സെക്കൻഡ് ഫാമിലി ആണ്, അവർ വേറെ തന്നെ ഫാമിലിയാണ്. അവർക്ക് നെഗറ്റീവ് ഉള്ളിൽ വരുവാണെങ്കിൽ പൈ മൈനസ് കൊടുക്കുക എല്ലാവർക്കും. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്, കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്, സീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, എക്സാമിന് പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് അതർ തിങ് എന്ന് പറയുന്നത് തെറ്റിക്കരുത്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. ഇതെല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ്. ഈ 1/x ഉള്ള കാര്യം മറക്കരുത്. നിങ്ങൾ ചുമ്മാ അങ്ങ് എഴുതി വെക്കാൻ പാടില്ല. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. ഓക്കെ, അല്ലാതെ 1/sin ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് അങ്ങനെ എടുക്കാൻ പാടില്ല. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പറയുമ്പോൾ സെക് ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. നേരെ തിരിച്ചു അങ്ങനെ തന്നെ വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പറയുമ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x പറയുമ്പോൾ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇതൊക്കെ വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ ആൻഡ് ദിസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിക്കരുത്. ഇതൊക്കെ നമുക്ക് പല ക്വസ്റ്റ്യനിലും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങളിപ്പോ പറയുന്നുണ്ടായിരിക്കും മിസ്സേ ഇൻവേഴ്സ് പഠിക്കാനാവുന്നില്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചാപ്റ്ററിൽ എനിക്ക് ഇപ്പോഴും ബേസ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. +1 ട്രിഗണോമെട്രി ആണ് മക്കളെ. തീർച്ചയായിട്ടും എന്താ നമ്മുടെ +2 ഇൻവേഴ്സിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് +1 ട്രിഗണോമെട്രി ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? +1 ട്രിഗണോമെട്രിയിലുള്ള ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഇത്രയും ഫോർമുലാസ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടാവില്ല, ഇൻവേഴ്സ് ചാപ്റ്റർ സിമ്പിൾ ആയിരിക്കും. അതേസമയം ഈ ബേസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇൻവേഴ്സ് ഡീൽ ചെയ്യാനായിട്ട്. സോ ബേസിസ് മാൻഡറ്ററി നിങ്ങൾക്ക് അറിയാം. +1 ട്രിഗണോമെട്രി ആണ് ഇൻവേഴ്സിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. സോ ഇത്തരം ഫോർമുലാസ് കൂടെ മക്കൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ പഠിച്ചു വെക്കുക. ഇത് +1 പഠിച്ചിരിക്കുന്ന ഫോർമുലാസ് ആണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഇട്ടതാണ്. അപ്പൊ അതെന്ത് ചെയ്യാം മക്കളൊന്ന് ഫോർമുലാസ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഫോർമുലാസ് കേട്ടോ ബേസിക്സ് ആണ്. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ = 1. ചിലരൊക്കെ 10th പഠിച്ചു കാണും, ചിലർ +1 പഠിച്ചു കാണും. സോ എന്തായാലും മറക്കരുതെന്നുള്ള അർത്ഥമാണ്. സോ എല്ലാവരും എന്ത് ചെയ്യാന്ന് ഓർത്ത് വെക്കാം. +1 ട്രിഗണോമെട്രിയുടെ ഫോർമുലാസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും എണ്ണം. ഇതൊക്കെ നമുക്ക് അത്രയും ആവശ്യമുണ്ട് കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുന്ന സാധനങ്ങളാണ്. ഇൻവേഴ്സിലാണെങ്കിലും ആവശ്യമുണ്ട്. പിന്നെന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാം. കോസ് ടു എക്സിനുള്ള ഒരുപാട് ഫോർമുലാസ് നമുക്കറിയാം. സൈൻ ടു എക്സിന് 2 ഫോർമുലാസ്, പിന്നെ ഐഡന്റിറ്റീസ്, ഇതൊക്കെ പിന്നെ സൈൻ ഓഫ് x + y ഇതൊക്കെ പഠിക്കണേ നിർബന്ധമാണ്. ഇതൊക്കെ നമുക്ക് ബേസിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് എവിടെ ആവശ്യമുണ്ട്? ഇന്റഗ്രൽസിൽ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് സെറ്റായിക്കളെ. ട്രിഗണോമെട്രി പറഞ്ഞ ചാപ്റ്റർ പോലും എന്താണ് അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. സോ അത് മിസ്സാക്കരുത്. ഫോർമുലാസ് ഓർത്തിരിക്കും. ആൻഡ് അവർ ഫേവറേറ്റ് മെട്രിസസ് ആണ്. മെട്രിസസിലെ ഫോർമുലാസ് എന്ന് പറയാൻ വേണ്ടി മാത്രം അത്രക്കൊന്നുമില്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു സ്കെലാർ കൊണ്ട് മെട്രിസിനെ മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്കെലാർ കൊണ്ട് മെട്രിസിനുള്ള മുഴുവൻ എലമെന്റ്സിനെയും എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അറിയാലോ അല്ലെ? k × a = or a × k = k × aij ആണ്. അതായത് ഏത് സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്തോ ആയിക്കോട്ടെ, ആ സ്കെലാർ കൊണ്ട് എന്ത് ചെയ്യുക? മെട്രിസിനുള്ള മുഴുവൻ എലമെന്റ്സിനെയും നിർബന്ധമായിട്ടും മൾട്ടിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ.
ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് മക്കളെ കെ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി ആണ്. ഇതിൽ കെ ഒരു നമ്പർ മാത്രമാണ്. ആൻഡ് കെ പ്ലസ് ടി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ മക്കളെ എ ഒരു മെട്രിക്സ് ആണ്, അതുപോലെ ബി ഒരു മെട്രിക്സ് ആണ്. കെ പ്ലസ് ടി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ കെയും ടിയും ഒക്കെ നമ്പർ ആണെങ്കിൽ കെ ഇൻറ്റു എ പ്ലസ് ടി ഇൻറ്റു എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പ്രോപ്പർട്ടി നിങ്ങൾ അത്രത്തോളം ഉപയോഗിക്കുന്നില്ല, എന്നാലും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, മിസ്സാക്കണ്ട. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്, കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഏതാ ഫോർമുല ചിന്തിക്കുന്നുണ്ടാവില്ലേ, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് ഒരുപാട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ട്രാൻസ്പോസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊരു മെട്രിക്സും 2 തവണ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതേ മെട്രിക്സ് കിട്ടും എന്നാണ് പറയുന്നത്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്നറിയാം. ആൻഡ് കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ കെ പുറത്തേക്ക് എടുക്കുക, എ ട്രാൻസ്പോസ് ചുമ്മാ എടുത്ത് എഴുതുക. അതേപോലെ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആയിക്കോട്ടെ, എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് ആയിക്കോട്ടെ, സെപ്പറേറ്റ് ട്രാൻസ്പോസ് കൊടുക്കുക. ഓപ്പറേഷൻ എന്താണോ അത് അപ്ലൈ ചെയ്യുക. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് പറയുമ്പോൾ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് ആണ്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് പറയുമ്പോൾ എല്ലാവരും ചാടിക്കുക എന്താ എഴുതുക, എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസിന് എഴുതും. അങ്ങനെയല്ല, ആദ്യം ബി ട്രാൻസ്പോസ് പിന്നെ എ ട്രാൻസ്പോസ്. അടുത്ത് നിങ്ങൾക്കൊരു ബോണസ് ആണ്, അത് അത്രത്തോളം വരാറില്ല, എന്നാലും ഒരു ബോണസ് ആയിട്ട് മക്കൾ പഠിച്ചു വെച്ചോ. A1 ഇൻറ്റു A2 ഇൻറ്റു A3 ഇൻറ്റു എക്സെട്ര AN വരെ ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. ഓൾ ട്രാൻസ്പോസ് വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, എല്ലാവർക്കും ട്രാൻസ്പോസ് കൊടുക്കുക. സെയിം ഓപ്പറേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ തന്നെ അങ്ങ് ചെയ്യാം. അതായത് അത്ര ഉള്ളു കാര്യങ്ങൾ, സിമ്പിൾ ആണ്. പക്ഷെ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ A1 A2 A3 എക്സെട്ര AN അപ് ടു ആണെങ്കിൽ ഇവിടെ എന്താണ്, AN മുതൽ അങ്ങോട്ടേക്ക് A1 വരെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. ഇങ്ങനെ ചോദിക്കാറില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല, ഇതൊരു ബോണസ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഐ ട്രാൻസ്പോസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഐ ആണെന്ന് മക്കൾ മനസ്സിലാക്കുക. ഐ എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 ഓർമ്മയില്ലേ അത്. അതിന് അടുത്ത കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും മക്കളെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ സെക്കൻഡ് ടേം ആയതുകൊണ്ട് ചിലപ്പോൾ അത്രയ്ക്ക് ചോദിക്കണ്ടാവില്ല, എന്നാലും ചോദിക്കും. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതാൻ വേണ്ടി സാധിക്കും. ഇതെന്താണ്, സിമെട്രിക് ആണെന്നും ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമുക്കറിയാം. ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മാനം എഴുതാൻ പറ്റും എന്ന് ആലോചിക്കുക. ഇതാണ് അടുത്ത കാര്യം മക്കളെ. അടുത്തത് പറയുന്നത് ഒന്ന് ഇൻവേഴ്സിന്റെ 2 കാര്യങ്ങൾ, ഇൻവേർട്ടിബിൾ മെട്രിസസ് പഠിക്കാനുണ്ടല്ലോ, അതിൽ 2 കാര്യങ്ങൾ. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ്, ഒരു മെട്രിക്സിന് 2 പ്രാവശ്യം ഇൻവേഴ്സ് എടുക്കുവാണെങ്കിൽ അതേ മെട്രിക്സ് കിട്ടും. അതേപോലെ എ ഇൻറ്റു ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. എയും ബിയും 2 മെട്രിക്സ് ആണെങ്കിൽ ട്രാൻസ്പോസ് പോലെ തന്നെയാണ്, ആദ്യം ബി പിന്നെ എ ആണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ. ആൻഡ് മൂവിങ് ടു ഡിറ്റർമിനൻസ് ആണ്. ഡിറ്റർമിനൻസിൽ ഇമ്പോർട്ടന്റ് 2/2 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുക. പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഞാൻ പഠിപ്പിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. ക്രോസ് കരോ സബ്ട്രാക്ട് കരോ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. ഇതാണ് A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1 എഴുതിയിരിക്കുന്നത്. 2/2 ആണ് ഓർഡർ എങ്കിൽ. 3/3 ആണ് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരു എലമെന്റ് എടുക്കും, അത് ഉൾപ്പെടുന്ന റോവും കോളും ഒഴിവാക്കും, ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യും. സെക്കൻഡ് മൈനസ് രണ്ടാമത്തെ എലമെന്റ് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യും, പ്ലസ് മൂന്നാമത്തെ എലമെന്റ് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യും. അത് നമ്മൾ പഠിച്ചതാണ്, 3/3 പഠിച്ചതാണ്. ഫോർമുല ആയിട്ടൊന്നും പഠിക്കാനില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഏതൊരു മെട്രിക്സിന്റെയും ട്രാൻസ്പോസ് എടുത്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്താലും ചുമ്മാ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്താലും രണ്ടും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ. അതേപോലെ ഡിറ്റർമിനന്റ് ഓഫ് കെ എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. കെ എന്ന് പറയുന്നത് മക്കളെ ഒരു സ്കെലാർ ആണ്, n എന്ന് പറയുന്നത് മെട്രിക്സിന്റെ ഓർഡർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് കെ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു n ഇൻറ്റു എ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ഏരിയ ഓഫ് ട്രാങ്കിൾ, ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ട്രാങ്കിളിന്റെ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആണെന്ന് ആലോചിക്കുക. x1 y1 x2 y2 x3 y3 ആണ് ട്രാങ്കിളിന്റെ 3 വേർട്ടെക്സ് എന്നുണ്ടെങ്കിൽ മോഡ്ലെസ് ഓഫ് ഓർ ഹാഫ് ഇൻറ്റു മോഡ്ലെസ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1 ചെയ്താൽ മതി. ഏരിയ ഓഫ് ട്രാങ്കിളിന്റെ ഫോർമുല എപ്പോഴും ചോദിക്കാറുണ്ട് 3 മാർക്കിന്. ആൻഡ് അഡ്ജോയിന്റ് ഓർമ്മിക്കുക. കോഫാറ്റ മെട്രിക്സ് എഴുതിയിട്ട് അതിന് ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അഡ്ജോയിന്റ് കിട്ടുന്ന ആലോചിക്കുക. അതാണ് കാണിച്ചിരിക്കുന്നത്. ഫോർമുല ആയിട്ടൊന്നും പഠിക്കണ്ട, ഇത് പഠിക്കുക. എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ ആണ്. പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ഈ കാര്യം മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം വീണ്ടും കാണിച്ചിരിക്കുവാണ്.
പിന്നെന്താണ് പറയുന്നത്? അഡ്ജോയിന്റ് ഓഫ് കെ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ്. ഇത് അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ബോണസ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അഡ്ജോയിന്റ് എന്നറിയാം, എന്ന് പറയുന്നത് ഓർഡർ എന്നറിയാം, വേറൊന്നും പറയാനില്ലല്ലോ. അതിൽ കെ ഒരു സ്കെലാറാന്ന് ആലോചിക്കാം. അഡ്ജോയിന്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ ഫൈൻഡ് ചെയ്യുക, ഓൾ ട്രാൻസ്പോസ് എടുത്താൽ മതി. പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഓൾ റേസ് ടു എൻ മൈനസ് 1. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, ഇത് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, സപ്പോസ് എ ആൻഡ് ബി ആർ ടു മെട്രിസസ് ഓഫ് ഓർഡർ n, then adjoint of AB is equal to adjoint of B into adjoint of A. അത് മക്കൾ പഠിച്ചു വെക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ എന്താണ്, ഈ കാര്യം ഇമ്പോർട്ടന്റ്, ഇത് ഇമ്പോർട്ടന്റ്, ഇതും ഇമ്പോർട്ടന്റ് ആണ് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവൻ ഫോർമുലാസും എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, എ ഇൻവേഴ്സ് പറയുമ്പം അഡ്ജോയിന്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അഡ്ജോയിന്റ് നമുക്കറിയാം ഫൈൻഡിനായിട്ട്, ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്കറിയാം. പിന്നെ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് പറയുമ്പോൾ എ തന്നെയാണ്. എ ബി ഓൾ ഇൻവേഴ്സ് ബി ഇൻവേഴ്സിന്റെ അതൊക്കെ പറഞ്ഞു ഞാൻ ഓൾറെഡി. പിന്നെ എ ഇൻറ്റു ബി ഇൻറ്റു സി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതേപോലെ തന്നെയാണ് പറയുന്നത്, ഇത് ചോദിക്കാറില്ല, കുറവാണ്. എ ട്രാൻസ്പോസ് ഓൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പം എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ആണ്, നേരെ തിരിച്ച് ഉൾട്ടാക്കി കൊടുത്താൽ മതി. പിന്നെ കെ ഇൻറ്റു എ ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അത് കെനെ 1/k ആക്കുക, പിന്നെ എ ഇൻവേഴ്സ് കൊടുക്കുക. അതാണ്. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ആണ്. ആൻഡ് കാൽക്കുലസിന്റെ സ്റ്റാർട്ടിംഗ് ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ മക്കളെ ശ്രദ്ധിക്കുക, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സമയത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ അറിയാലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ് ദ ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുന്നുള്ള കേസാണ്, അതറിയാം. ഫോർമുലയായിട്ടൊന്നും അതിലില്ല, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡെറിവേറ്റീവിലോ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിയിൽ പറയുന്ന കാര്യം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ആണ്. അതായത് ശ്രദ്ധിക്കുക, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെ. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇക്വേഷൻ കാണുന്നുണ്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ മൈനസ് എച്ച് ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എച്ച് ആണ്. സോ അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക, രണ്ടും ഈക്വൽ ആ സമയത്താണ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആൾജിബ്ര ഡെറിവേറ്റീവ് ആണ്. അതായത് യു പ്ലസ് വി എന്ത് ചെയ്യാം മക്കളെ? യു പ്ലസ് വി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? യു ഡാഷ് പ്ലസ് വി ഡാഷ് ആണ്. ഡാഷ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവിനെ കാണിക്കുന്നതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ആൻഡ് യു മൈനസ് വി ഓൾ ഡാഷ് എന്ന് പറയുമ്പോൾ യു ഡാഷ് മൈനസ് വി ഡാഷ് ആണ്. ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് നമ്മൾ. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. യു ഇൻറ്റു വി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. രണ്ട് ഫംഗ്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതറിയുന്ന കാര്യമാണ്, പ്രൊഡക്റ്റ് റൂൾ അറിയാം. നെക്സ്റ്റ് പറയുന്നത് മക്കളെ കോഷ്യന്റ് റൂൾ ആണ്. യു ബൈ വി ഓൾ ഡാഷ് ഡെറിവേറ്റീവ് ഓഫ് യു ബൈ വി പറയുമ്പോൾ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി ഡിവൈഡ് ബൈ വി സ്ക്വയർ ആണ്. ഇതും പഠിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ഒരു കോംപ്രമൈസും ഇല്ല, പഠിച്ചേ പറ്റുള്ളൂ, എന്തായാലും ചോദിക്കുന്ന കാര്യമാണ്. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് പറയേണ്ട ആവശ്യമില്ല, ഇതില്ലാതെ നമുക്ക് കാൽക്കുലസ് ഇല്ല. d by dx of x raised to n, nx raised to n minus 1, d by dx root x 1 by root x. ഏതൊരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഏതൊരു എക്സ്പോണന്റ് ആണെങ്കിൽ d by dx of e raised to x ആയിക്കോട്ടെ, അത് ഇന്റഗ്രൽ ആയിക്കോട്ടെ, അത് അയാൾ തന്നെയാണ്, മാറ്റം ഉണ്ടാവില്ല. d by dx of a raised to x is equal to a raised to x into log a ആണ്. d by dx of log x 1 by x ആണ്. പിന്നെ ഇനി സൈൻ ഡെറിവേറ്റീവ് കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ, ടാൻ ഡെറിവേറ്റീവ് 6 cos x, കോട്ട് ഡെറിവേറ്റീവ് മൈനസ് cos 6 cos x. കോട്ട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ d by dx of 6 cos x എന്താ പറയുക? 6 cos x എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 6 cos x അല്ല മക്കളെ, sec x ആണ് കേട്ടോ, sec x. d by dx of sec x എന്ന് പറയുന്ന സമയത്ത് എന്താണ്? sec x into tan x ആണ് കേട്ടോ. ഓക്കെ, ഓർമ്മിച്ച് വെക്കാം. d by dx of cosec x ആണെങ്കിൽ മൈനസ് എന്താണ്? cosec x cot x ആണ്. സ്കോർ ഒന്നുമില്ല, മൈനസ് cosec x cot x. ആലോചിക്കുക, d by dx of sec x എന്ന് പറയുന്ന സമയത്ത് sec x tan x ആണെന്നും d by dx of cosec x എന്ന് പറയുന്ന സമയത്ത് മൈനസ് cosec x cot x ആണെന്നും എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക, മറന്നുപോയി. ഓക്കെ, സെറ്റിൽ നിങ്ങൾക്ക്. സോ മൂവിങ് ടു നെക്സ്റ്റ് തിങ്, d by dx of sin inverse of x, cos inverse of x, tan inverse of x, cot, sec, cosec. സൈൻ ആണെങ്കിൽ 1 by root 1 minus x square, കോസ് ആണെങ്കിലോ മൈനസ് കൊടുത്താൽ മതി. ടാൻ ആണെങ്കിൽ 1 by 1 plus x square, കോട്ട് ആണെങ്കിൽ ഒരു മൈനസ് കൊടുത്താൽ മതി. സീക്ക് ആണെങ്കിൽ 1 by mod x into root of x square minus 1,
കൊസീക്ക് ആണെങ്കിൽ ചുമ്മാ മൈനസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ചുമ്മാ സൈൻ മാറ്റി കൊടുത്താൽ മതി എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ തന്നെ. അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ ആക്ച്വലി നമ്മൾ പാരാമെട്രിക് പഠിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഇഫ് ടു വാരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ വാരിങ് വിത്ത് റെസ്പെക്ട് ടു അനദർ വാരിയബിൾ അല്ലെ, ഏതോ ഒരു വാരിയബിൾ ടി വെച്ച് എന്ത് ചെയ്യാണ് എക്സും വൈയും മാറിക്കൊണ്ടിരിക്കുവാണെങ്കിൽ x equal to f of t ആണ്, y equal to g of t ആണെങ്കിൽ then by chain rule we can write dy by dx equal to dy by dt divided by dx by dt ആണ്. അപ്പൊ dy by dt divide by dx dt പറയുമ്പോഴേ അടിയിൽ ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 0 ആവാൻ വേണ്ടി പാടില്ല. 0 ആയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, അത് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് മാറുന്ന മക്കൾ എന്ത് ചെയ്താൽ മതി, ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇന്റഗ്രൽസ് ആണ്. ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, ഫോർമുലാസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പക്ഷെ അടിപൊളിയാണ്. ഇന്റഗ്രൽ x raised to n dx or x raised to n plus 1 by n plus 1 ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. ഇന്റഗ്രൽ dx എന്ന് പറയുമ്പോൾ x plus e ആണ്, അതും ഒരുപാട് തവണ ആവശ്യമുള്ളതാണ്. ഇന്റഗ്രൽ e raised to x dx ആണെങ്കിൽ e raised to x ന് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇന്റഗ്രൽ എടുത്താലും സെയിം തന്നെയാണ്, e raised to x തന്നെയാണ്. ഇതിൽ 1 by x dx എന്ന് പറയുമ്പോൾ log mod x plus e ആണ്. ഇതിൽ a raised to x dx എന്ന് പറയുമ്പോൾ a raised to x by log a plus e ആണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ് അല്ലെ. ഇതിൽ cos x sin x ആണ്, sin x മൈനസ് cos x ആണ്. ഇതിൽ 6 cot x dx എന്ന് പറയുമ്പോൾ tan x ആണ്. ഇതിൽ cos 6 cot x എന്ന് പറയുന്ന സമയത്ത് അത് മൈനസ് cot x ആണ്, മൈനസ്. ഇന്റഗ്രൽ sec x tan x dx ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവിൽ പഠിച്ച നേരെ ഉൾട്ട എടുത്താൽ മതിയടാ, sec x plus e ആണ്. ഇതിൽ cosec x cot x dx ആണെങ്കിൽ മൈനസ് cos x plus e ആണ്. പ്ലസ് സി മറക്കരുത്, എന്താ പ്ലസ് സി ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. നേരത്തെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് പഠിച്ചിട്ടില്ലേ, അപ്പൊ അതിനെ നേരെ ഉൾട്ടെടുക്കുക. ഇപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡി എക്സ് ബൈ 1 പ്ലസ് സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ്. പറഞ്ഞ് എന്റെ നാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ മക്കളെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എന്നും എഴുതാം. ഇതിൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പറയുമ്പോൾ സിക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്, സെയിം സാധനം മൈനസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് കൊസിക് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എഴുതാം. നിങ്ങൾ നേരത്തെ പഠിച്ച ഫോർമുലയായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ഭയങ്കര സിമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ടാൻ കോട്ട് സീക്ക് കൊസീക്ക്. ഇതിൽ ടാൻ എക്സ് ഡി എക്സ് ലോഗ് മോഡ് സിക് എക്സ് പ്ലസ് ആണ്. ഇതിൽ കോട്ട് എക്സ് ഡി എക്സ് ആവശ്യമുള്ള കാര്യമാണ്, ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് ആണ്. ഇതിൽ സീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് സിക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് ആണ്. ഇതിൽ കൊസീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് ആണ്. ഇത് മറന്നു പോകും നിങ്ങളടുത്ത്. കൊസീക്ക് എക്സ് ആണെങ്കിൽ കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്, സിക് എക്സ് ആണെങ്കിൽ സി എക്സ് പ്ലസ് ടാൻ എക്സ് മറക്കരുത്. കോട്ട് സൈന് ടാൻ സീക്ക്. ഓക്കെ, നെക്സ്റ്റ് മക്കളെ സ്പെഷ്യൽ ഇന്റഗ്രൽസ് ആണ് പഠിച്ചു വെക്കുക. സ്പെഷ്യൽ ഫംഗ്ഷൻസ്. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ ആണ്. അടിയില് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് പകരം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുവാണെങ്കിൽ 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എ മൈനസ് എക്സ് പ്ലസ് ആണ്. ഇതിൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് ആണ്. ഒരുപാട് തവണ ആവശ്യം ഉണ്ടാവാറുണ്ട്. ഇതിൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നേരത്തെ റൂട്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ റൂട്ട് ഉണ്ട്. റൂട്ട് ഉണ്ടെങ്കിൽ കാര്യം മാറും. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ആണെന്ന് ആലോചിക്കാം. ബാക്കി ഇതിൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ ഇതിൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഡി എക്സിന് ആവശ്യമില്ലല്ലോ. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് ആണ്. ഇതിൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ആണ്. പിന്നെ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. സ്പെഷ്യൽ ഇന്റഗ്രൽസ് തന്നെയാണ്, ഇത് ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലൊക്കെ അങ്ങോളം ഇങ്ങോളം ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കാണുന്ന ഇക്വേഷൻ. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് ആണ്. ഇത് അത്രക്കും ആവശ്യമുണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ ചാപ്റ്ററിൽ കേട്ടോ. ഇവിടെ ചോദിക്കുന്നതിനേക്കാൾ അധികം അവിടെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സിന്റെ വ്യത്യാസം. ഇവിടെ അടിയിലായിരുന്നു ആൾക്കാർ, ഇവിടെ മേലെ വന്നതാണ് വ്യത്യാസം. എക്സ് ബൈ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ആണ്. ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫോർമുലാസ് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പൊ മിസ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ.
So integral root of x square plus a square dx equal to 1/2x root of x square plus a square plus a square by 2 log mod x plus root of x square plus a square plus yes അത്രേ ഉള്ളൂ. കുറച്ച് പറയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമെങ്കിലും സംഭവങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്, കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്, പഠിച്ചു വെക്കാം. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ ഫോമിൽ വന്നാൽ എങ്ങനെയൊക്കെ മാറ്റണം എന്നറിയാം. പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഒക്കെ വരാറില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി ഫോമിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ഇൻറ്റഗ്രേഷൻ ചെയ്യാം. അടിയിൽ സ്ക്വയർ വരുവാണെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ കൊടുക്കുക. ആ രീതിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാം. നെക്സ്റ്റ് 3 ആൾക്കാർ വരുവാണെങ്കിൽ 3 ആൾക്കാർക്ക് സെപ്പറേറ്റ് കൊടുക്കുക. എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് എ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ആണ് വന്നിരിക്കുന്നത്. മാറ്റി ശ്രദ്ധിക്കണേ, ആൾക്കാർ മാറി ശ്രദ്ധിക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഉണ്ട്, എക്സ് മൈനസ് ബി ആണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി. ആദ്യം ഇയാൾ ഒറ്റയ്ക്ക്, പിന്നെ ഇയാളെ സ്ക്വയർ, പിന്നെ എക്സ് മൈനസ് ബി. തെറ്റിക്കരുത്. പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പറയുമ്പോൾ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻസ് ആദ്യം പഠിച്ചിട്ടല്ല ഒരിക്കലും മാത്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം കാണേണ്ട വീഡിയോ ആണിത്. റിവിഷൻ സമയത്ത് മാത്രം കാണേണ്ട വീഡിയോ ആണ്, എല്ലാം പഠിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്. ഓർമ്മയില്ലേ, ഫസ്റ്റ് എഫ് ഓഫ് എക്സും സെക്കൻഡ് ജി ഓഫ് എക്സും ആണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് ആണ്. ഓക്കെ, സെറ്റ് സാധനമാണ്. ഇതിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ് കിട്ടുക. ഓക്കെ, സംഭവങ്ങൾക്ക് കളർഫുൾ ആയ സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടെ പഠിച്ചു വെക്കാം. ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഫസ്റ്റ് മേലത്തെ ലിമിറ്റ് കൊടുക്കുക, പിന്നെ താഴത്തെ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുമ്പോൾ മേലത്തെ ഫസ്റ്റ്, താഴത്തെ രണ്ടാമത്തെ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആഫ്റ്റർ ഫൈൻഡിങ് ദ ഇന്റഗ്രൽ. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് 2 കേസ് ഉണ്ട്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉണ്ട്, ഹൊറിസോണൽ സ്ട്രിപ്പ് ഉണ്ട്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണെങ്കിൽ മക്കളെ ഇന്റഗ്രൽ വൈ ഡി എക്സ് ആണ് ഫോർമുല വരിക. ഇവിടെ ഡി എക്സ് ആണെങ്കിൽ ലിമിറ്റ്സ് മസ്റ്റ് ബി എക്സ് പോയിന്റ്സ്. എക്സ് ഡി വൈ ആണ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരിക. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇങ്ങനെ കാണിക്കും, വെർട്ടിക്കൽ സ്ട്രിപ്പ് ഇങ്ങനെ കാണിക്കും. നമുക്ക് ഡി എക്സ് അതായത് എക്സ് വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്, വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നതാണ്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പം വൈ വാല്യൂസ് അറിയണം. എക്സ് ഡി വൈ ആണെങ്കിൽ ഡി വൈ വരുമ്പം വൈ ലിമിറ്റ്സ് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ വൈ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. 2 ചെയ്താലും ആൻസർ എന്താണ്, സെയിം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എഴുതുന്നതാണ് ചുമ്മാ. ഒരു എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1 ആണെങ്കിൽ ആ എലിപ്സിന്റെ ഏരിയ എൻക്ലോസ് വിത്ത് എലിപ്സ് പറയുമ്പം പൈ എ ബി സ്ക്വയർ യൂണിറ്റ് എന്ത് ചെയ്യാം മക്കൾ ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചാൽ മതി, വലിയ ആവശ്യം നമുക്കില്ല. ബിക്കോസ് നമുക്ക് കംപ്ലീറ്റ്ലി ഫൈൻഡ് ചെയ്യണം. ജസ്റ്റ് റെഫറൻസിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുവാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇക്വൽ ടു ക്യൂ ഫോം ആണെങ്കിൽ പിയും ക്യൂ ഒക്കെ കോൺസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ, ലീനിയറിൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഐ എഫ് ആവശ്യമുണ്ട്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, വൈ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി ആണ്. ഐ എഫ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വെക്ടറിലേക്ക് വരുവാണെങ്കിൽ പൊസിഷൻ വെക്ടർ ആവശ്യമുണ്ട്, ഡയറക്ഷൻ കൊസൈൻസ് ആവശ്യമുണ്ട്. പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് വൈ സെഡ് ആണ് പോയിന്റെങ്കിൽ ഒറിജിനൽ ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ എന്ന് കാണിക്കാറുണ്ട്. എൽ എം എൻ എന്ന് കാണിക്കാറുണ്ട്. എക്സ് വൈ സെഡ് പോയിന്റ് ആണെങ്കിൽ എക്സ് ബൈ ആർ വൈ ബൈ ആർ സെഡ് ബൈ ആർ ആയിരിക്കും. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക, മറക്കരുത്. പിന്നെ എന്താണ് ദ മാഗ്നിറ്റ്യൂഡ് 6. ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് എല്ലും എമ്മും എന്നും ആണെങ്കിൽ ദേ ആർ റിലേറ്റഡ് ആസ് എൽ ഇസ് ഈക്വൽ ടു എ ബൈ ആർ, എം ഇസ് ഈക്വൽ ടു ബി ബൈ ആർ, എൻ ഇസ് ഈക്വൽ ടു സി ബൈ ആർ. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗിവൺ വെക്ടർ എ ആണെങ്കിൽ നമുക്കറിയാം എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ്. അത് യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല മാത്രം ഉപയോഗിച്ചാൽ മതി. മേലെ വെക്ടർ, താഴെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ എന്താണ് സ്കേലാർ പ്രൊഡക്റ്റ് ആണ്.
scalar product of two given vectors, vector A and vector B, having angle theta between them is vector A dot vector B ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B ഇൻറ്റു കോസ് തീറ്റ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. വെക്ടർ A ഡോട്ട് വെക്ടർ B ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B ആണ് വരിക. സൗണ്ട് ഒക്കെ പോയി തുടങ്ങി. സോ ഇതെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ആവശ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ അടുത്ത കാര്യം പറയുന്നത് മക്കളെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. വെക്ടർ A ക്രോസ് വെക്ടർ B പറയുമ്പോൾ എന്താണ് മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B സൈൻ തീറ്റ എൻ ക്യാപ് ആണ്. ഇവർ എൻ ക്യാപ് എന്താണ്? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ A ആൻഡ് വെക്ടർ B. പിന്നെ എന്താ പറയാനുള്ളത്? വേറെ ഒന്നും തീറ്റ ആംഗിൾ ആണെന്നറിയാം, ഇത്രേ ഉള്ളൂ. ക്രോസ് പ്രൊഡക്റ്റിൽ ക്രോസ്, മറ്റേ ഡോട്ട്, വ്യത്യാസം മനസ്സിലായില്ലേ? പിന്നെ ജസ്റ്റ് മക്കൾ ഓർത്ത് വെക്കുക, രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും ഉണ്ടെങ്കിൽ കമ്പോണന്റ് ഫോം നമ്മൾ ഇങ്ങനെ എഴുതുക. വെക്ടർ A is equal to A1i plus A2j plus A3k. വെക്ടർ ബിയും അതേ ഫോമിൽ എഴുതും. ലാംഡ ഒരു സ്കെലാർ ആണെങ്കിൽ വെക്ടർ A പ്ലസ് വെക്ടർ ബി നമ്മൾ ഇങ്ങനെ എഴുതുക. A1 plus B1 into I cap plus A2 plus B2 into J cap plus A3 plus B3 into K cap. ഇതിങ്ങനെ ബൈ ഹാർഡ് ചെയ്യണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പക്ഷെ ഇത് കാണിച്ചതാണ് ഇങ്ങനെ. ലാംഡ ഇൻറ്റു വെക്ടർ A പറയുമ്പോൾ ലാംഡ ഇൻറ്റു A1 into I cap plus lambda into A2 into J cap plus lambda into A3 into K cap ആണ്. വെക്ടർ A ഡോട്ട് വെക്ടർ B നമുക്കറിയാലോ, ചുമ്മാ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A1 into B1 plus A2 into B2 plus A3 into B3. ക്രോസ് ആണെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാറില്ലേ, അതേപോലെ ആദ്യം I J കൊടുക്കുക, പിന്നെ A1 B1 C1 കൊടുക്കുക, A2 B2 C2 കൊടുക്കുക, അതാണ് ക്രോസ്. ഇത് ഓർമ്മിപ്പിക്കൽ മാത്രമാണ്, പക്ഷെ നമ്മൾക്ക് ചെയ്ത് പഠിച്ചതാണ്, അപ്പൊ കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക്. പിന്നെ ഈ രണ്ട് കാര്യം കൂടെ പഠിക്കുക. വെക്ടർ എയും വെക്ടർ ബിയും രണ്ട് അഡ്ജസന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയതാണ്. മോഡ്ലെസ് ഓഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ്? വെക്ടർ A ക്രോസ് വെക്ടർ ബി ആണ്. അതേപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് മോഡ് A ക്രോസ് ബി ആണെന്ന് ആലോചിക്കുക. ഈ D1 D2 ഡയഗണൽസ് ആണ്, പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണെങ്കിൽ മക്കളെ ഏരിയ പറയുമ്പോൾ ഹാഫ് ഇൻറ്റു മോഡ് D1 ക്രോസ് D2 ആണ്. D1 D2 ഡയഗണൽസ് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. അതേപോലെ അഡ്ജസന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ഏരിയ ഓഫ് പാരലോഗ്രാം ഇതാണ്, ട്രയാങ്കിൾ ഇതാണ്. ഇതൊക്കെ പ്രോബ്ലം ഒരുപാട് ചെയ്തതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ മക്കളെ? 3D ജോമെട്രി ആണ്. 3D ജോമെട്രിയിൽ അറിയാം നിങ്ങൾക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. ഒന്ന് x1 y1 z1, ഒരാളോട് വന്നിട്ടോ xy z വന്നു, x2 y2 z2. It may be taken as x2 minus x1 y2 minus y1 z2 minus z1. എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്. The direction cosines of a line joining 2 points x1 y1 z1 and x2 y2 z2 are direction cosinesലേക്ക് വരുമ്പോൾ ആള് മാറി അടിയിൽ എന്ത് ചെയ്യണം? ഒരു PQ വേണം. PQ പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ആയിരിക്കും. x2 minus x1 by PQ, y2 minus y1 by PQ, z2 minus z1 by PQ. PQ പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഇതാണ് ഫോർമുല. ഇത് ആലോചിക്കുക. L is equal to A by root of A square plus B square plus C square. M is equal to B divided by root of A square plus B square plus C square. N is equal to C divided by root of A square plus B square plus C square. നമ്മൾ നേരത്തെ വെക്ടറിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ലൈൻ ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ passes through the given point whose position vector A and parallel to vector B is equal to വെക്ടർ R is equal to വെക്ടർ A plus lambda വെക്ടർ B. ഇത് ഇക്വേഷൻ എന്ത് ചെയ്യുക? അങ്ങനെ പഠിച്ചു വെക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇക്വേഷൻ എഴുതുക. അതേസമയം ഒരു പോയിന്റും ഡയറക്ഷൻ റേഷ്യോസും അറിയാമെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം. ഓക്കെ, x minus x1 by A equal to y minus y1 by B equal to z minus z1 by C ആയിരിക്കണം. The vector equation of a line which passes through 2 points whose position vectors are vector A and vector B is R equal to A plus lambda into vector B minus vector A ആണ്. ഓക്കെ, അതേപോലെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ passes through 2 points x1 y1 z1 x2 y2 z2 is x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. ഇതങ്ങനെ ചോദിക്കാറുണ്ടോ വെച്ചാൽ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 2023 ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട, ഇത് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം നേരത്തെ പഠിച്ചല്ലോ, ഇത് പ്രശ്നമില്ലല്ലോ. നെക്സ്റ്റ് തീറ്റ ഇസ് ദ അക്യൂട്ട് ആംഗിൾ എന്നുണ്ടെങ്കിൽ വെക്ടർ R is equal to വെക്ടർ A1 പ്ലസ് ലാംഡ വെക്ടർ B1 വെക്ടർ R is equal to A2 പ്ലസ് ലാംഡ വെക്ടർ B2 ആണെങ്കിൽ കോസ് തീറ്റ പറയുമ്പം എഴുതിക്കുക മോഡ്ലെസ് ഓഫ്
വെക്ടർ b1 ഡോട്ട് വെക്ടർ b2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b2 ആണ്. സെറ്റ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് മക്കൾക്കറിയാം. ഈ രണ്ട് ഫോമിലുമാണ് ലൈൻ ഇക്വേഷൻസ് ഉള്ളതെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതി കാണിക്കേണ്ടത്. cos θ is equal to a1 a2 plus b1 b2 plus c1 0 divided by root of a1 square plus b1 square plus c1 square root of a2 square plus b2 square plus c square. ഈ ഫോമിലാണ് ലൈൻ ഉള്ളതെങ്കിൽ cos θ നമ്മൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യും. നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പഠിച്ചു വെക്കുക. നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല, CBSE അത്രക്കും ചോദിക്കാറുണ്ട്, എന്നാലും പഠിക്കുക. വെക്ടർ r is equal to വെക്ടർ a1 പ്ലസ് ലാംഡ വെക്ടർ b1ഉം ഇപ്പുറത്തെ ലാംഡക്ക് പകരം ഒരു മ്യൂ വെക്ടറും ആണെങ്കിൽ മോഡുസം വെക്ടർ b1 ക്രോസ് വെക്ടർ b2 ഡോട്ട് a2 മൈനസ് a1 ഡിവൈഡ് ബൈ b1 ക്രോസ് b2ന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. അതേപോലെ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ വിഷയമില്ല, ഇതിങ്ങനെ ചോദിക്കാറില്ല. മക്കൾ എന്ത് ചെയ്താൽ മതി, ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇത് ചോദിക്കാറില്ല, റെഫറൻസിന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർ ലൈൻസ് ആണെങ്കിൽ എന്താ പറയുക, വെക്ടർ r is equal to a1 പ്ലസ് ലാംഡ വെക്ടർ b, വെക്ടർ r is equal to a2 പ്ലസ് മ്യൂ വെക്ടർ b ആണെങ്കിൽ വെക്ടർ b ക്രോസ് a2 മൈനസ് a1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ b ആണ് വരിക. സോ ഇത്രയുമാണ് ഇക്വേഷൻസ് ഉള്ളത്, ഇത്രയുമാണ് ഫോർമുലാസ് ഉള്ളത്. ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല ഷീറ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. എല്ലാ ഫോർമുലാസും ഒരു വീഡിയോയിലാണ്. മിസ് എല്ലാം ഒന്നും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മൊത്തം ഇക്വേഷൻസും ഒരു വീഡിയോയിൽ കാണുക എന്നുള്ളതാണ്. സോ എല്ലാം എന്ത് ചെയ്യുക, റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ഇക്വേഷൻസും എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നത്, ഓടിച്ചു വിടാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത് മക്കൾ ഉപയോഗിക്കുക. സോ ഈ വീഡിയോ മിസ്സാക്കരുത്, നല്ലോണം പഠിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പിന്നീട് കാണാം. സോ താങ്ക് യു, ബൈ. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെങ്കിലും എന്ത് ചെയ്യരുത്, മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.